ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിസ് കറിവേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ്. ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. കുക്കറിലാണ് ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 15 ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഉലുവ 1/2 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചുവന്ന മുളക് 8 എണ്ണം, ഉപ്പ് 2 ടീസ്പൂൺ, പഞ്ചസാര 4 ടീസ്പൂൺ, ചുറുക്ക് 3 ടേബിൾ സ്പൂൺ, നല്ലെണ്ണ 3 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടത്. ചെറുനാരങ്ങ 6 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ചുവന്ന മുളകൊന്ന് ചതച്ചെടുക്കാം. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ ഒപ്പത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് 2 വിസിൽ വന്നോടം വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര, കായം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അച്ചാറിന് പുളി കൂടുതലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. സാധാരണ രീതിയിൽ അച്ചാർ തയ്യാറാക്കുന്നതിലും വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ അച്ചാർ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ. 2 ദിവസം കഴിയുമ്പോൾ തന്നെ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇനിയൊരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.